അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ജൂനിയർ വിഭാഗത്തിൻ്റെ സിലബസിൻ്റെ സൂറത്തു ത്വലാഖിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. 7 ആയത്തുകൾ നിങ്ങൾ നേരത്തെ കേട്ട് മനസ്സിലാക്കി. ത്വലാഖിൻ്റെ നിയമങ്ങളെക്കുറിച്ചും ഇദ്ദയുടെ കാലയളവിനെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി തുടർന്ന് വരുന്ന വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ ധിക്കരിച്ച അല്ലെങ്കിൽ അത്തരം കൽപ്പനകളെ ലംഘിച്ച സമുദായങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നേരിടുന്ന അനന്തരഫലങ്ങളെയാണ്. അനന്തരഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് തുടർന്നുള്ള വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. നോക്കാം. 8-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വകഅയ്യിൻ മിൻ ഖർയത്തിൻ അതത് അൻ അംരി റബ്ബിഹാ വറുസുലിഹി ഫഹാസബ്നാഹാ ഹിസാബൻ ശദീദാ فحاسبناها حسابا شديدا وعذبناها عذابا نكرا وكأي من قرية. എത്രയോ രാജ്യങ്ങളാണ് അല്ലെങ്കിൽ എത്രയോ രാജ്യങ്ങളിൽ നിന്നാണ് അതത് അൻ അംരി റബ്ബിഹ. അതത് എന്ന് പറഞ്ഞാൽ ധിക്കരിക്കുക, അതിര് കടക്കുക. അൻ അംരി റബ്ബിഹ, അതിൻ്റെ റബ്ബിൻ്റെ കൽപ്പനകൾ വിട്ട് ധിക്കരിച്ച് അതിര് കടന്ന എത്രയെത്ര രാജ്യങ്ങളാണ്. വ റുസുലിഹി, അവൻ്റെ റസൂലുകളുടെയും. ഫഹാസബ്നാഹ, അതിനാൽ നാം അതിനെ വിചാരണ നടത്തി. ഹിസാബൻ ഷദീദ, എങ്ങനെയുള്ള വിചാരണയാണ്? ഹിസാബൻ ഷദീദ, കഠിനമായ അല്ലെങ്കിൽ ആ രൂപത്തിൽ നികൃഷ്ടമായ ഒരു വിചാരണ നാം അവരെ നടത്തി. വഅദ്ദബ്നാഹ അദാബൻ നുക്റ, വഅദ്ദബ്നാഹ, നാം അവരെ ശിക്ഷിക്കുകയും ചെയ്തു. അദാബൻ നുക്റ, വെറുക്കപ്പെട്ട ഒരു ശിക്ഷ നാം അവരെ ശിക്ഷിക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. തുടർന്നുള്ള ആയത്തിൽ കാണാം, ഫദാഖത് വബാല അംരിഹ. ഫദാഖത്ത്, ദാഖ എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക. ഫദാഖത്ത്, അങ്ങനെ അവർ അത് രുചിച്ചു നോക്കി അല്ലെങ്കിൽ ആസ്വദിച്ചു. വബാല അംരിഹ, അതിൻ്റെ ദുഷ്ഫലം, ആ കാര്യത്തിൻ്റെ ദുഷ്ഫലം അവർ ആസ്വദിച്ചു. വകാന ആഖിബതു അംരിഹ ഖുസ്ര, അതിൻ്റെ പര്യവസാനം അത് ഖുസ്ര, നഷ്ടം തന്നെയായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദ, അവർക്ക്, ആ രാജ്യക്കാർക്ക്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിച്ച, അതിര് കടന്ന അത്തരം രാജ്യക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഅദ്ദല്ലാഹു, ഒരുക്കി വെച്ചിട്ടുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അദാബൻ ശദീദ, അവർക്ക് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്? കഠിനമായ ശിക്ഷ. അദാബൻ ശദീദ. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ബുദ്ധിമാന്മാരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലദീന ആമനു, വിശ്വസിച്ചവരായ. ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റ, തീർച്ചയായും അള്ളാഹു ഇറക്കിയിരിക്കുന്നു. ദിക്റൻ, ദിക്റ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം. അള്ളാഹു സുബ്ഹാനഹു വ തആല
തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഉത്ബോധനം ഇറക്കി തന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. റസൂലൻ, ഒരു ദൂതനെയും റസൂലിനെയും അയച്ചിട്ടുണ്ട്. യത്ലു അലൈക്കും ആയാത്തില്ലാഹി, യത്ലു അലൈക്കും ആയാത്തില്ല, യത്ലു അലൈക്കും നിങ്ങൾക്ക് ഓതിത്തരുന്ന, ആയാത്തില്ലാഹി അള്ളാഹുവിൻ്റെ ആയത്തുകളെ, മുബയ്യിനാത്തിൻ വ്യക്തമാക്കുന്ന, ലിയുഖ്രിജ അത് വെളിക്ക് വരുത്തുവാൻ പുറപ്പെടുവിക്കുവാൻ വേണ്ടി, അല്ലദീന ആമനു വിശ്വസിച്ചവരെ, അസ്വാലിഹാത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹി മുബയ്യിനാത്തിൻ ലിയുഖ്രിജല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൂതനെ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, വ്യക്തമായി വിവരിക്കുന്നതായിക്കൊണ്ടും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതിത്തരുന്നവനായിക്കൊണ്ടും, അല്ലദീന ആമനു വിശ്വസിക്കുകയും വഅമിലുസ് സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന, മിനദ്ദുലുമാതി ഇലന്നൂർ അവരെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുത്തുവാൻ വേണ്ടി, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തുവാൻ വേണ്ടി, വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹ, വമൻ യുഅ്മിൻ ബില്ലാ ആർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ, വയഅമൽ സ്വാലിഹ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ, യുദ്ഖിൽഹു അവൻ പ്രവേശിപ്പിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കും, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ സ്വർഗത്തിൽ, ആ സ്വർഗത്തിന്റെ പ്രത്യേകത തജ്രി മിൻ തഹ്തിഹ അതിൻ്റെ അടിയിൽ കൂടി താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന അൻഹാർ അരുവികളുണ്ടാകും, ഖാലിദീന ഫീഹ അവർ അതിൽ നിത്യവാസികളായിക്കൊണ്ട്, അബദൻ എന്നെന്നും എക്കാലവും, ഖദ് അഹ്സനല്ലാഹു അല്ലാഹു തീർച്ചയായും നന്നാക്കി വെച്ചിട്ടുണ്ട്, ലഹു അങ്ങനെയുള്ളവന് വേണ്ടി, റിസ്ഖൻ ഒരു ഉപജീവനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാർക്ക് റിസ്ഖ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുകൂടി ഈ ആയത്തിന്റെ അവസാനത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ 8 മുതൽ 10 വരെ 8, 9, 10 വചനങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും കൽപ്പനകളെ ധിക്കരിച്ച ജനങ്ങൾ അവരനുഭവിച്ച അല്ലെങ്കിൽ അനുഭവിക്കാനിരിക്കുന്ന ശിക്ഷകളെക്കുറിച്ചും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അത് മുന്നിൽ വെച്ചുകൊണ്ട് യാ ഉലിൽ അൽബാബ് ബുദ്ധിയുള്ള വിശ്വാസികൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ അത്തരം ആളുകളുടെ രൂപത്തിൽ നിങ്ങൾ ആയി മാറരുത് എന്നുള്ള രൂപത്തിൽ ഒരു മുന്നറിയിപ്പ് ബുദ്ധിയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ നൽകുന്നു എന്നുള്ളതാണ്. 8-ാം വചനത്തിൽ അവരെ കഠിനമായ വിചാരണ നടത്തിയെന്നും ശിക്ഷിച്ചുവെന്നും പറഞ്ഞത് പരലോകത്ത് വെച്ച് നിസ്സംശയം നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ അതൊരു ഭൂതകാലത്തിന്റെ രൂപത്തിൽ എടുത്തു കാട്ടിയിരിക്കുകയാണ് എന്നാണ് മിക്ക മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ അള്ളാഹു അവരെ ആ രൂപത്തിൽ ശിക്ഷിച്ചു എന്നുള്ള രൂപത്തിലാണ്, ഭൂതകാലത്തിൽ കഴിഞ്ഞു പോയ രൂപത്തിലാണ് പറയുന്നത്. പക്ഷേ അത് പരലോകത്ത് വെച്ച് വരാനിരിക്കുന്ന ആ ഭയാനകമായ ശിക്ഷയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ മിക്ക മുഫസ്സിറുകളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പൊ വിചാരണ ചെയ്തു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവരുടെ കർമ്മങ്ങളെ ശരിക്കും കണക്ക് വെച്ച് രേഖപ്പെടുത്തുകയും ശരിയായ കണക്കിന് തന്നെ അവരുടെ മേൽ അതിനനുസരിച്ചുള്ള നടപടിയെടുക്കുകയും ചെയ്യും എന്നാണ്. അതേപോലെ തന്നെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നുണ്ട് അവർക്ക് കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്, അദ്ദല്ലാഹു ലഹും അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് പരലോക ശിക്ഷയെക്കുറിച്ച് തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അതേപോലെ തന്നെ ഈ ആയത്തുകളൊക്കെ സൂചിപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായിട്ട് സൂറത്തു ത്വലാഖിന്റെ അവസാനത്തെ ആയത്തിലൂടെ പറയുന്ന മറ്റൊരു കാര്യം, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ
وأن الله قد أحاط بكل شيء علما الله الذي خلق 7 سماوات അല്ലാഹു അല്ലദീ ഖലഖ അവൻ സൃഷ്ടിച്ചവനാണ് 7 സമാവാത്ത് 7 ആകാശങ്ങളെ വമിനൽ അർദി ഭൂമിയിൽ നിന്നും തന്നെ മിസ്ലഹുന്ന അവയെപ്പോലെ. അപ്പോൾ ഈ ഒരു ആയത്ത്, ഈ ഒരു വചനം പാരായണം ചെയ്യുമ്പോൾ നമുക്കറിയാം വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് സ്ഥലങ്ങളിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്സംശയം നമുക്ക് വിശ്വസിക്കാവുന്ന രൂപത്തിൽ പറഞ്ഞ കാര്യമാണ് 7 ആകാശങ്ങളുണ്ട് എന്നുള്ളത്. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മറ്റു ഗോളങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു എല്ലാ ആകാശ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് പഠിച്ച എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ളത് നമ്മൾ ഈ കാണുന്ന ഒന്നാമത്തെ ആകാശത്തിലാണ്. അതിൻ്റെ അപ്പുറമുള്ള 6 ആകാശങ്ങളെക്കുറിച്ച് ഇന്നേ വരെ ശാസ്ത്രത്തിന് കണ്ടെത്തുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറയുവാനോ സാധിച്ചിട്ടില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 7 ആകാശങ്ങൾ, 7 സമാവാത്ത് എന്നുള്ള ഒരു കാര്യം. എന്നാൽ അതുപോലെ തന്നെ ഈ ഒരു വചനത്തിലൂടെ അല്ലാഹുല്ലദീ ഖലഖ 7 സമാവാത്തിൻ വമിനൽ അർദി മിസ്ലഹുന്ന, ഭൂമിയെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഭൂമിയിൽ നിന്നും തന്നെ അവയെപ്പോലെ എന്ന് പറയുന്നു. ഇവിടെ ആ രൂപത്തിൽ ഭൂമിയെപ്പോലെ അല്ലെങ്കിൽ ഭൂമിയും അതുപോലെ എന്ന് പറയുമ്പോൾ 7 ഭൂമികളും ഉണ്ട് എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത്. ആ രൂപത്തിലാണ് ഭൂരിഭാഗം മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ ആ രൂപത്തിൽ ഭൂമിയെക്കുറിച്ച് 7 അറാളീൻ എന്ന് ഖുർആനിൽ ശരിക്ക് വ്യക്തമായി എവിടെയും പ്രസ്താവിച്ചിട്ടില്ല. പക്ഷെ ഭൂമിയും 7 ഉണ്ട് എന്നുള്ളത് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് 7 അർദ് എന്നുള്ള 7 അറാളീൻ എന്നുള്ള ഈ ഒരു കാര്യം നമുക്ക് കാണാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോൾ മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ ളലമ ഖീദ ശിബിരിൻ മിനൽ അർദി തുവ്വിഖഹുല്ലാഹു മിൻ 7 അർളൈൻ. ഇവിടെ പറയുന്നത് ഒരാള് ഭൂമിയിൽ നിന്നും ഒരു ചാണ് സ്ഥലം ആക്രമിച്ചെടുത്താൽ 7 ഭൂമികളിൽ നിന്നുമായി അത് അവന് മാലയിടപ്പെടും എന്നുള്ളത് ബുഖാരിയും മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ അവിടെ 7 ഭൂമികളെ പറ്റി ഈ ഒരു ഹദീസിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 7 ഭൂമികളെ പറ്റി വന്നിട്ടുള്ള ഹദീസുകളുടെ ഒരു അധ്യായം തന്നെ ബാബു മാ ജാഅ ഫീ 7 അറാളീൻ എന്ന ഒരു തലക്കെട്ടില് ഹദീസുകൾ ബുഖാരിയിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ 7 ഭൂമികളും 7 ആകാശങ്ങളെ പോലെ തന്നെ 7 ഭൂമികളും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ, ഈ ഒരു ആയത്തിൽ നിന്നും മറ്റു പ്രവാചക വചനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യവും വിശദീകരണവും ഒക്കെ അള്ളാഹുവിന് മാത്രം അറിയാം. ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരുടേതായ ചില വ്യാഖ്യാനങ്ങളൊക്കെ കൊണ്ട് തൃപ്തിപ്പെടാറുണ്ടെന്നല്ലാതെ സൂക്ഷ്മമായോ തെളിവ് സഹിതമോ സ്വീകാര്യമായ ഒരു അഭിപ്രായവും ഇതേവരെ ആർക്കും രേഖപ്പെടുത്തുവാൻ ഈ വിഷയത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനുഷ്യന്റെ അറിവിന്, നമ്മുടെയൊക്കെ അറിവിന്, അതേപോലെ തന്നെ നിരീക്ഷണങ്ങൾക്കൊക്കെ അതിനൊക്കെ പരിധികളുണ്ട്. വിഷയീഭവിച്ചിട്ടില്ലാത്ത ചില ഭൂലോകങ്ങൾ അനന്തവിസ്തൃതമായ ആകാശമണ്ഡലത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം എന്നുള്ളതിലും നമുക്ക് സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോ 7 സമാവാത്തിൻ വമിനൽ അർളി മിസ്ലഹുന്ന, 7 ആകാശങ്ങളും 7 ഭൂമിയും എന്നുള്ള രൂപത്തിൽ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് മിസ്ലഹുന്ന, അത് പറഞ്ഞിട്ട് പറയാണ് യതനസ്സലുൽ അംറു ബൈനഹുന്ന, യതനസ്സലുൽ അംറു ബൈനഹുന്ന, യതനസ്സലു ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, അൽ അംർ കൽപ്പന, ബൈനഹുന്ന അവക്കിടയിൽ, ലിതഅലമു നിങ്ങൾ അറിയുന്നതിനു വേണ്ടി, അന്നല്ലാഹ അല്ലാഹു ആകുന്നു, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും, ഖദീർ കഴിവുള്ളവൻ, വ അന്നല്ലാഹ അല്ലാഹു ഖദ് അഹാത്വ വലയം ചെയ്തിട്ടുണ്ട്,
ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെക്കുറിച്ചും, ഇൽമ അവന്റെ അറിവിനാൽ. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിന് കഴിവുണ്ട്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, എല്ലാ കാര്യത്തിലും അവന്റെ അറിവിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അള്ളാഹുവിന് അറിയാത്തതായി ഒരു കാര്യവുമില്ല, എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നു എന്നുള്ള പരിപൂർണമായൊരു വിശ്വാസത്തിലേക്ക് ഒരു വിശ്വാസിയെ കൊണ്ടെത്തിക്കുകയാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് 7 ആകാശങ്ങളെ ഭൂമിയിൽ നിന്നും തന്നെ അവയെപ്പോലെ സൃഷ്ടിച്ച് ആ സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്നുള്ളത് ബോധ്യപ്പെടുത്തിയിട്ട് അവക്കിടയിൽ കൽപ്പന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്നും അള്ളാഹു അറിവുകൊണ്ട് എല്ലാ വസ്തുവേയും വലയം ചെയ്തിരിക്കുന്നുവെന്നും നിങ്ങളെ അറിയുവാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വചനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. കൂടുതൽ നമ്മൾ തഫ്സീറുകൾ, വിശദീകരണങ്ങൾ വായിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഇതിൽ പ്രധാനമായും സൂചിപ്പിച്ചിട്ടുള്ള പദങ്ങളുടെ അർത്ഥങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.